140 69 സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചിരുന്നത്. അന്ന് 2,63,331 വോട്ട്, അതായത് 2.75% വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത്. അവിടെ നിന്ന് ഇത്രയും കാലത്തെ ഈ 40 വർഷത്തെ കേരള രാഷ്ട്രീയം വിശകലനം ചെയ്താൽ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റൻ്റാണ്, സുസ്ഥിരമാണ്. ചില സമയത്ത് നേരിയ വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും 87 തെരഞ്ഞെടുപ്പിൽ 116 സീറ്റിൽ മത്സരിച്ചു. 82 നിന്ന് 87 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 5.56% ആയിട്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 96 127 സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത്. 7,81,090 വോട്ട്, 5.48% വോട്ടിംഗ് ശതമാനം. 2001 123 സീറ്റിൽ മത്സരിച്ചു. 7,87,764 വോട്ടോടുകൂടി 5.02%. 2006 അത് കുറച്ച് താഴ്ന്നു, 4.75% താഴ്ന്നു. 2011 വീണ്ടും 138 സീറ്റിൽ മത്സരിച്ചു. ആ വർഷമാണ് ആദ്യമായിട്ട് ബി ജെ പി 10 ലക്ഷം എന്ന് പറയുന്ന മാജിക്കൽ ഫിഗർ കേരള രാഷ്ട്രീയത്തിൽ കടന്നത്. 10,53,654 വോട്ടോടുകൂടി 6.03%. 2016 തെരഞ്ഞെടുപ്പിൽ 98 സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത്. 21,29,726 വോട്ട്, 10.53%. 2021 പിണറായി വിജയൻ്റെ രണ്ടാം ഊഴം വരുമ്പോൾ 115 സീറ്റിലാണ് ബി ജെ പി മത്സരിച്ചത്. 23,54,468 വോട്ട്, 11.3% വോട്ട് നേടി. ഈ ഗ്രോത്ത്, ഈ വളർച്ചാ നിരക്ക് കൺസിസ്റ്റൻ്റാണ്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ഏറ്റവും നിർണായകമായ ഒരു ഇതിലേക്ക് വന്നത്. 15.56% വോട്ട് ബി ജെ പി നേടി. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ യു ഡി എഫിന് 46.22%, എൽ ഡി എഫിന് 34.63% വോട്ട് നേടിയപ്പോൾ ബി ജെ പി 20% വോട്ടാണ് നേടിയത്. ആ 20% വോട്ട് നേടുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം കൂടി നോക്കണം. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 110 സീറ്റിലേക്ക് യു ഡി എഫ് ഭൂരിപക്ഷം